കൊല്ലം പുനലൂരിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി. കലയനാട് സ്വദേശി ശാലിനിയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിന് ശേഷം കൊലപാതകവിവരം പ്രതി ഫേസ്ബുക്കിൽ പങ്കുവച്ചു. വിവരങ്ങളുമായി രാജ്കുമാർ കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. രാജ്കുമാർ, ഈ പ്രതി നേരത്തെ തന്നെ കരുതിക്കൂട്ടി നടത്തിയ കൊലപാതകം എന്ന് തന്നെ പറയേണ്ടി വരുന്നു. ഇതിനുശേഷം ഫേസ്ബുക്കിലൂടെ കൊലപാതകവിവരം അറിയിക്കുകയും ചെയ്തു. എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്? പ്രതി തന്നെ ഫേസ്ബുക്കിലൂടെ പറയുന്നത് എന്താണ്? പോലീസ് എന്താണ് പറയുന്നത്? ആ ഫേസ്ബുക്കിൽ പങ്കുവെക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മുടെ പക്കലുണ്ട്. അത് ഒരു പ്ലേ ചെയ്താൽ അത് കുറച്ചുകൂടി പ്രേക്ഷകർക്ക് അത് ബോധ്യപ്പെടും. അതായത് അദ്ദേഹം ആ ഫേസ്ബുക്ക് വീഡിയോയിൽ ഈ പ്രതി, അതായത് ഐസക്ക് പറയുന്നത് തൻ്റെ ഭാര്യയുടെ പോക്ക് ശരിയായിരുന്നില്ല. തൻ്റെ മൂത്ത മകൻ അർബുദ രോഗിയാണ്. അവനെ വീട്ടിലിരുന്ന് ശുശ്രൂഷിക്കാൻ അവൾ തയ്യാറായില്ല. ഒരു വണ്ടിയെ താൻ വാങ്ങി നൽകിയിരുന്നു. താൻ മദ്യപിക്കുന്ന ശീലമുള്ള ആളല്ല. മറ്റ് അനാവശ്യ കൂട്ടുകെട്ടുകളില്ല. വീടും തൊഴിലിടങ്ങളുമായിരുന്നു തൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ. വീട്ടിൽ അത്രത്തോളം ഭാര്യയെയും മക്കളെയും എല്ലാം കെയർ ചെയ്തിരുന്ന ആൾ കൂടിയാണ്. പക്ഷെ തൻ്റെ ഭാര്യയുടെ പോക്കും വരവും ഒന്നും ശരിയായില്ല. പലപ്പോഴും ഇതിനെ ചോദ്യം ചെയ്യുമ്പോൾ അഹങ്കാരത്തോടു കൂടിയുള്ള വർത്തമാനവും ധിക്കാരപരമായ സംസാരങ്ങളായിരുന്നു. വയ്യാത്ത മകനെ പോലെ നോക്കാൻ തയ്യാറാകാത്തതാണ് ഏറ്റവും കൂടുതൽ തന്നെ വേദനിപ്പിച്ചത്. അത് പലപ്പോഴും ചോദിച്ചു. മാത്രമല്ല, കയ്യിലുണ്ടായിരുന്ന വിവാഹ മോതിരം താൻ അറിയാതെ പണയം വെച്ച് ആ കാശ് കൊണ്ടുപോയി വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്ത് ആ പണം കൊണ്ടുപോയി ഒരു സ്കൂട്ടർ ഉള്ളപ്പോൾ പുതിയൊരു സ്കൂട്ടർ കൂടി വാങ്ങി. ഇത് തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നു. തൻ്റെ മകനെ സംരക്ഷിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പറയുന്നത്. അതിന് തൊട്ടു മുമ്പ് പറയുന്നത്, ഞാൻ ഫേസ്ബുക്കിൽ വരാൻ കാരണം എൻ്റെ ഭാര്യയെ ഞാൻ കൊലപ്പെടുത്തി. ആ വിവരം ഞാൻ നിങ്ങളെ ഇതുവഴി അറിയിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഇത്തരം വിവരങ്ങളെല്ലാം പങ്കുവെക്കുന്നത്. ഇന്ന് പുലർച്ചെ 6:30 അതായത് ഇവർ തങ്ങളിൽ പിണക്കത്തിലായിരുന്നു. അമ്മയ്ക്കൊപ്പമാണ് ഈ ഭാര്യ ശാലിനി. ഈ ഐസക്ക് കൊലപാതകം നടത്തിയ ശേഷം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചവർ അതുകൂടി കണ്ട ശേഷം രാജ്കുമാറിലേക്ക് തിരികെ വരാം. വളരെ വിഷമകരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നളഞ്ഞു. അതിൻ്റെ കാരണം ഞാൻ അറിയാതെ പല ബന്ധങ്ങളും ഞാൻ വീട്ടിൽ നിന്ന് സ്വർണ്ണങ്ങളെടുത്ത് പണയം വെക്കുകയും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ കേൾക്കാതെ ഇഷ്ടമുള്ള രീതിയിൽ പോവുകയും വരികയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് 2 മക്കളാണ്. മൂത്തവൻ ക്യാൻസർ പേഷ്യൻ്റാണ്. അവർക്ക് അതിലൊന്നും ഒരു വിഷമങ്ങളില്ല. ആഡംബര ജീവിതം നയിക്കണം. ഉണ്ടാക്കിയ മുതലുകളെല്ലാം നശിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവൾ അമ്മയുടെ കൂടെ പോയി താമസിക്കുകയാണ്. അപ്പോൾ അതിൽ എനിക്ക് വിഷമമില്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. അവിടെ വരികയും അവിടെ വന്നിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തരണമെന്നും ഒരു 5 പൈസയുടെ മുതൽ അവർക്കില്ല. അതുപോട്ടെ, എനിക്ക് വിഷമമില്ല. പക്ഷേ എങ്കിലും ഡെയിലി തന്നെ അനാവശ്യം പറയുകയും അനാവശ്യമായിട്ടുള്ള രീതിയിൽ പോവുകയും ചെയ്തതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അത് എൻ്റെ അടുത്തുള്ള എൻ്റെ നാട്ടിലുള്ള ആൾക്കാരുമായിട്ട് ഒന്ന് അന്വേഷിച്ചാൽ കാര്യങ്ങൾ അറിയാം. 1-ന് 2 വണ്ടി പഠിപ്പിച്ചു, വണ്ടി മേടിച്ചു കൊടുത്തു. അനാവശ്യമായ പോക്കാരണം ഞാൻ പറയുന്നു, വണ്ടി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ കിടന്ന എൻ്റെ പേരെഴുതിയ ഞാൻ ഇട്ട് കൊടുത്ത മോതിരം ഞാൻ അറിയാതെ പണയം വെച്ചോ വിറ്റോ എന്നറിയില്ല. എന്നിട്ട് വളരെ ധിക്കാരപരമായിട്ട് അടുത്ത വണ്ടി മേടിക്കുകയും എവിടുന്നോ ജോലി ഒപ്പിച്ചു. അതുപോലെ വേറെ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല എൻ്റെ കയ്യിൽ. ഞാൻ നല്ലപോലെ അധ്വാനിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മദ്യപാനിയല്ല, പുകവലിയില്ല, ഇതൊരു കാര്യങ്ങളുമില്ല. ഇല്ല, നമ്മളെ വളരെയധികം അവരുടെ അമ്മയും അവളിപ്പോൾ ഒരു പാർട്ടിക്ക് അത് പോയി കയറിയില്ല. പാർട്ടിയിൽ പോകുന്ന എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് പാർട്ടിയിൽ പോവുകയും പാർട്ടിയിലുള്ളവന്മാർ അതിന് പിന്തുണ നൽകുകയും എന്തു വന്നാലും ഞങ്ങളുണ്ടെന്ന് പറയുകയും രാത്രികാലങ്ങളിൽ പോവുക വരിക ഇതൊക്കെയാണ് അവൾ ചെയ്യുന്നത്. അതിൻ്റെ പേരിലാണ് അത് ചെയ്യേണ്ടി വന്നത്. പല പ്രാവശ്യം ഞാൻ പറഞ്ഞു കൊടുത്തു, ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് കഴിയാം. എന്നിട്ട് അത് കേൾക്കാതെ അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം പോയതിൻ്റെ പേരിൽ ഇതൊക്കെ ചെയ്തു. 2024 ഞാൻ അറിയാതെ എൻ്റെ വീട്ടിൽ നിന്ന് സ്വർണം 86,000 രൂപയ്ക്ക് പണയം വെക്കുകയും ആ പൈസ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞപ്പോൾ 20,000 രൂപയ്ക്ക് വീണ്ടും കൊണ്ട് പണയം വെക്കുകയും നമ്മൾ വിശ്വസ്തയോടുകൂടെ വിശ്വാസത്തോടു കൂടി നിർത്തുമ്പോൾ വിശ്വാസവഞ്ചന കാണിക്കുന്ന ഇവളുമാരെ പോലുള്ള വ്യക്തികളെ ഒരുപാട് ആളുകൾ ഇതുപോലെ ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ എല്ലാവരും മനസ്സിലൊരുക്കി ജീവിക്കണം എന്നുള്ള പേരിൽ നടക്കുകയാണ്.
പക്ഷെ മനഃപൂർവ്വം ശ്രമിച്ചു, ഇത് ക്ഷമിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ആണുങ്ങൾ മക്കളുടെ കാര്യം എങ്ങനെ ആവും എന്നെല്ലാം പല പ്രാവശ്യം ചിന്തിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ വിട്ടത്. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമല്ല. തോന്നുമ്പം വരിക, തോന്നുമ്പം പോവുക, നാട്ടുകാരെന്നെ കണ്ട് ചിരിക്കുകയാണ് ചെയ്യുന്നത്. രാജ്കുമാർ ഈ വാർത്തയുടെ വിവരങ്ങളുമായി ഒരിക്കൽ കൂടി ചേരുക. രാജ്കുമാർ, ഏതായാലും അസ്വസ്ഥമായ ഒരു കുടുംബ അന്തരീക്ഷമാണ് ഈ ദാരുണ കൃത്യത്തിലേക്ക് നയിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ മകൻ അർബുദ രോഗിയായിരുന്നു, ഭാര്യ പറഞ്ഞതുപോലെ കേട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഭർത്താവ് ഐസക് പറയുകയും ചെയ്യുന്നത്. എന്നാൽ നാട്ടുകാർ, പോലീസ് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ടോ ഈ കുടുംബത്തെക്കുറിച്ച്, ഐസക്കിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, ശാലിനിയുടെ സ്വഭാവത്തെക്കുറിച്ച്? ഇവർ തങ്ങളിൽ കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു, നിരന്തരം തർക്കങ്ങളായിരുന്നു, വീട്ടിലെപ്പോഴും വഴക്കായിരുന്നു. ഇത്തരം വിവരങ്ങളൊക്കെ നാട്ടുകാരും പോലീസും പറയുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഈ ഫേസ്ബുക്കിലൂടെ അവരുടെ സ്വകാര്യതയുടെ വിവരങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. ഇതിലേക്കുള്ള കൂടുതൽ കാര്യങ്ങൾ പൊതുജനങ്ങൾക്കോ അല്ലെങ്കിൽ പ്രദേശവാസികൾക്കോ ബന്ധുക്കൾക്കോ അറിയില്ല. ഇത് അവർ തങ്ങളിലുള്ള വിഷയങ്ങളാണ്. ഇതറിയാവുന്നത് ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കും, അതായത് ഇതിലിപ്പോൾ ഈ ഐസക്കിൻ്റെ വീട്ടിലുള്ളവർക്ക്, മക്കൾക്കോ അല്ലെങ്കിൽ ശാലിനിയുടെ അമ്മയ്ക്ക്, ഇവർക്ക് ഇത്രയും ആളുകൾക്ക് ഇടയിൽ മാത്രം നിന്ന വിഷയങ്ങളാണിത്. അതാണിപ്പോൾ അദ്ദേഹം സ്വകാര്യ വിഷയങ്ങളാണ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. എന്തായിരുന്നാലും ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു കൃത്യം ചെയ്തത് വഴി ആ അർബുദ രോഗിയായ മകൻ ഉൾപ്പെടെ ആ 2 മക്കൾ ഇപ്പോൾ ഒരു അനാഥത്വം പേറി നിൽക്കുന്ന ചോദ്യചിഹ്നമായി മാറുകയാണ്. ശരി, രാജ്കുമാറാണ് കൊല്ലത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.